അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള ഓരോ താവളങ്ങളായി ഇറാൻ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ജോർദാനിലെ മൂന്നാമത്തെ മലിക് ഫൈസൽ എന്നറിയപ്പെടുന്ന അമേരിക്കൻ ബേസിന് നേരെയും കഴിഞ്ഞ രാത്രി ആക്രമണം നടത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, മോഫക് സൽറ്റി എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കയുടെ ജോർദാനിലുള്ള ബേസ് ആക്രമണം പലതവണ നടന്നിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് അൽ അമീർ ഹസൻ എന്നറിയപ്പെടുന്ന മറ്റൊരു ബേസിന് നേരെ ആക്രമണം നടത്തി. അവിടെയാണ് MQ-9 റീപ്പറിന്റെ ഡിപ്പോ എല്ലാം ആക്രമിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ യുദ്ധത്തിന്റെ കൺട്രോൾ സെന്റർ ആക്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ രാത്രി ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത് അൽ അമീർ മലിക് ഫൈസൽ അൽ ജവ്വിയ എന്നറിയപ്പെടുന്ന ജോർദാനിലുള്ള മറ്റൊരു അമേരിക്കയുടെ വ്യോമ താവളമാണ്. ഇത് കഴിഞ്ഞ ദിവസം ആക്രമിക്കുന്നതിന്റെ വീഡിയോ ആണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. ഇവിടെ അമേരിക്കയുടെ പാട്രിയറ്റ് സംവിധാനങ്ങൾ അതിനോട് പ്രതികരിക്കാൻ വേണ്ടി ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ പാട്രിയറ്റുകളെല്ലാം നോക്കുകുത്തിയായി ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യത്തിലേക്ക് കുതിച്ചു പായുന്നത് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇതാ പാട്രിയറ്റ് മിസൈലിനെ തകർക്കാൻ വേണ്ടിയാണ് മുകളിലേക്ക് വരുന്നത്. പക്ഷെ അതിനെ തകർക്കാൻ കഴിഞ്ഞില്ല. മിസൈൽ അതിന്റെ ലക്ഷ്യത്തിലേക്ക് കുതിച്ചു പായുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് അത്തരം സാഹചര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായിരുന്നാലും അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം നോക്കുകുത്തിയാക്കി ഇറാൻ അവരുടെ ലക്ഷ്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ പ്രഥമമായ ലക്ഷ്യം മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ എല്ലാ മിലിറ്ററി ഫെസിലിറ്റികളും തുടച്ചു നീക്കുക എന്നതാണ്. ആ ഒരു പദ്ധതിയാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ശക്തമായ രൂപത്തിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. ബഹ്റൈനിൽ ശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ രാത്രി നടന്നിട്ടുള്ളത്. കുവൈത്തിലും ശക്തമായ ആക്രമണം നടന്നിട്ടുണ്ട്. എന്നാൽ ജോർദാനിലും സമാനമായ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ രീതിയിൽ അമേരിക്കയുടെ എല്ലാ സൈനിക സെറ്റപ്പുകളും ഈ മിഡിൽ ഈസ്റ്റിൽ ഇല്ലാതാക്കി സുരക്ഷിതമായ ഒരു മിഡിൽ ഈസ്റ്റ് സ്ഥാപിക്കുക, അമേരിക്ക ഇല്ലാത്ത ഒരു മിഡിൽ ഈസ്റ്റ് സാധ്യമാക്കുക എന്ന ഇറാന്റെ പദ്ധതിയാണ് ഇപ്പോൾ അവർ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഓരോ താവളങ്ങളെയും പൂർണ്ണമായി നശിപ്പിച്ചുകൊണ്ടാണ് ഇറാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അമേരിക്കക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത വലിയ നഷ്ടങ്ങളാണ് സമ്മാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പൂർണ്ണമായ വാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാനെതിരെ. അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്കിലും അമേരിക്കയും ഇറാനും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.